എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രത്യേകിച്ച് ഇതിൻ്റെ തമ്പനയിൽ കൊടുക്കാനൊരു ടോപ്പിക് ഇല്ല, എന്നാൽ റൗട്ട് ഫിക്സ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കമൻറ്റ്സ് ഗ്രൂപ്പിലും മെസ്സേജ് ആയിട്ടും ഫേസ്ബുക്കിൽ എല്ലാത്തിലായിട്ടും ഓരോരുത്തർ അയച്ച് ലാറവലിൻ്റെ 9ാമത്തെ വേർഷൻ 9 വേർഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുന്ന സമയത്ത് ഞങ്ങൾക്ക് കൺട്രോളേഴ്സ് ഒന്നും കറക്റ്റായിട്ട് കിട്ടുന്നില്ല, വർക്കാകുന്നില്ല, റൗട്ടിങ്ങിൽ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്നില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ആകെ കുറേ കമൻറ്റ്സ് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ സോൾവ് ചെയ്യുക, എന്താണ് അവർ റിയലി ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്താണെന്നുള്ളത് ജസ്റ്റ് ഞാൻ ഇതിന് മുന്നേ നിങ്ങൾക്ക് ഈ ബിഗിനർ ലെവലിലുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ തന്നത് ലാറവലിൻ്റെ 8 വേർഷൻ എന്ന് പറയുന്ന ലാറവൽ 8 വേർഷനിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. സോ ആ ഒരു ട്യൂട്ടോറിയലിൽ ലാറവൽ 8 അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ലാറവൽ 9 യൂസ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് ആ പ്രശ്നം വന്നു. സോ ആ പ്രശ്നം എങ്ങനെ വന്നു എന്നുള്ളത് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, സോ ഡോക്യുമെൻറ്റേഷനിൽ പോകുന്നു. നമുക്കൊരു ഫ്രഷ് ആയിട്ടുള്ള ലാറവലിൻ്റെ 9 വേർഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. നെറ്റ് പോയോ? യെസ്. സോ കമ്പോസർ വെച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. കമ്പോസർ നമുക്ക് ജസ്റ്റ് പേര് മാറ്റി കൊടുക്കാം, റൗട്ടിംഗ് ഫിക്സ്. ഓക്കെ, സോ ടെർമിനൽ എടുക്കുന്നു, LS. ഓക്കെ, സോ ഇവിടെ ഞാനത് പുതിയ ലാറവലിൻ്റെ 9.1.7 ആണ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിലൂടെ. സോ വെയിറ്റ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആകുന്നവരെ. പെട്ടെന്ന് തന്നെ കയ്യും ഓൾറെഡി എല്ലാം ക്യാഷ്ഡ് ആണ്. നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആരെങ്കിലും ജോയിൻ ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പോയി ജോയിൻ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സും ക്ലാരിഫിക്കേഷനും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസ് ഒക്കെ കിട്ടി അതിന് റിപ്ലൈ വരുമ്പോഴേക്ക് ചിലപ്പോൾ മേ ബി സമയം എടുത്തുനിന്ന് വരാം. എൻ്റെ തിരക്കിനനുസരിച്ച് എനിക്കും അത് ചെയ്യുക, ഫ്രീ ആകുന്നതിനനുസരിച്ച്. സോ ഗ്രൂപ്പിലാണെങ്കിൽ ഞാനല്ലെങ്കിൽ വേറെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. സോ അതുകൊണ്ട് എല്ലാവരും മാക്സിമം ജോയിൻ ചെയ്യാൻ നോക്കാം. ഓക്കെ, ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളെ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. സോ റൗട്ടിംഗ് ഫിക്സ് ഇതിൻ്റെ അകത്തേക്ക് വന്നു. ഇതിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് VS കോഡിലൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ഫോൾഡർ, ഓപ്പൺ കൊടുക്കുന്നു. ഇതാണ് ഒരു ഫ്രഷ് ആയിട്ടുള്ള ലാറവൽ കിടക്കുന്നത്. ഓക്കെ, സോ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ലോഡ് ചെയ്ത് നോക്കാം. റൗട്ട് ഫിക്സ് ഡോട്ട് ടെസ്റ്റ്, റൗട്ട് ഫിക്സ് ഡോട്ട് ടെസ്റ്റ്, റൗട്ട് ഫിക്സ് തന്നെയല്ലേ, റൗട്ടിംഗ് ഫിക്സ് ഡോട്ട് ടെസ്റ്റ് കൊടുത്തു. ലാറവൽ ഇപ്പം ഡിഫോൾട്ടായിട്ട് ലോഡ് ചെയ്ത് വരണം. അതിൻ്റെ ലാൻഡിംഗ് പേജ് നമുക്ക് ഇതിൻ്റെ കുറച്ച് എന്തായി വന്നോ, റൗട്ടിംഗ് ഫിക്സ് എന്തോ സംഭവം നടക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞില്ലേ? യെസ്, വന്നു. ഇത്ര നേരമൊക്കെ ഇത് പ്രോസസ് ചെയ്യണം, അവർക്കറിയാം എന്തോ പറ്റിയിട്ടുണ്ട്. മേ ബി എഡിറ്റിംഗ് ഇട്ടിട്ടുണ്ടാവും, വീഡിയോൻ്റെ എഡിറ്റിംഗ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും മേ ബി ചാൻസ്. ഓക്കെ, അപ്പോൾ നേരെ ഇതിൻ്റെ വ്യൂ ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ എന്താ നടക്കുന്നത്, നേരെ നമ്മൾ റൗട്ട്സിൽ വന്ന് വെബിൽ വന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ ഒരു വ്യൂവിനെ കോൾ ചെയ്യാണ്, വെൽക്കം എന്ന് പറയുന്ന വ്യൂവിനെ കോൾ ചെയ്യാണ്. സോ ആ വ്യൂ ഇരിക്കുന്നത് എവിടെയാണ്, റിസോഴ്സസിലെ വ്യൂവിലെ ഈ വ്യൂവിനെ വെൽക്കം എന്ന് പറയുന്ന വ്യൂവിനെയാണ് കോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിനെ കൺട്രോളറിലാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞത്. അപ്പോൾ കൺട്രോളറിന് നമുക്കൊരു പുതിയൊരു കൺട്രോളറിനെ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യാം. ക്ലിയർ PHP ആഡ്സൺ മേക്ക് കൺട്രോളർ ലോഗിൻ കൺട്രോളർ എന്ന് പറഞ്ഞിട്ടൊരു കൺട്രോളർ ഉണ്ടാക്കാം. ഓക്കെ, സോ കൺട്രോളർ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി. പോയി നോക്കാം, HTTPൻ്റെ അകത്ത് കൺട്രോളറിൻ്റെ അകത്ത് ലോഗിൻ കൺട്രോളർ കിടപ്പുണ്ട്. വന്നു, ഇവിടെ കിടക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ചെയ്താൽ പബ്ലിക് ഫംഗ്ഷൻ ഇൻഡെക്സ് നടക്കട്ടെ. ഇൻഡെക്സ് ഫംഗ്ഷൻ കിടക്കുന്ന റിട്ടേൺ വ്യൂ വെൽക്കം എന്ന് പറയുന്ന ആ വ്യൂ ഫയലിനെ തന്നെ നമുക്ക് ജസ്റ്റ് റിട്ടേൺ ചെയ്യാം. ഇനിയിപ്പോൾ അതിനും വേണ്ടിയിട്ട് ഈ വീഡിയോയ്ക്കും വേണ്ടിയിട്ട് വ്യൂ ഫയലൊന്നും പുതിയ ക്രിയേറ്റ് ചെയ്യാൻ പോകണ്ട. ഓക്കെ, ഇനി നേരെ നമ്മൾ വെബിലേക്ക് പോകുന്നു. വെബ് ഫയലിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടുന്ന് റൗട്ടിങ്ങിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ആദ്യം നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ലോഗിൻ കൺട്രോളർ അറ്റ് ഇൻഡെക്സ് ഇങ്ങനെ എഴുതിയാൽ മതി, സാധനം വർക്കാവും എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ എന്താക്കുന്നത്, ഹോം റൂട്ടായിട്ടുള്ള വെബ് റൗട്ടിനെ പിടിച്ചിട്ട് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കി നോക്കാം. സോ റിഫ്രഷ് ചെയ്യുന്നു. റിഫ്രഷ് ചെയ്യുന്ന സമയത്താണ് ഇതാണ് ഈ എറർ.
ടാർഗറ്റ് ക്ലാസ് ലോഗിൻ കൺട്രോളർ ഡസ് നോട്ട് എക്സിസ്റ്റ്. അതായത് ലാറവൽ 8 വരെ 8 വേർഷൻ വരെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ പോയിട്ട് ഈ റൗട്ടിൻ്റെ ഉള്ളിലുള്ള ഫയൽ പോയിട്ട് ബൈ ഡിഫോൾട്ട് ആയിട്ട് എന്താക്കും, ഈ ആപ്പിലെ HTTP കൺട്രോളേഴ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കൺട്രോളർ ഈ വെബിൽ കൊടുത്ത റൗട്ടിങ്ങിൽ കൊടുത്ത കൺട്രോളർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പോയി നോക്കും. പക്ഷേ ലാറവൽ 9 വേർഷൻ വന്നതിന് ശേഷം ഇവൻ പോയി നോക്കത്തില്ല. എന്താണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പലതരത്തിലുള്ള കൺട്രോളേഴ്സും HMVC ആ ലെവലിലേക്കൊക്കെ ചെയ്തു പോകുന്നതിൻ്റെ ഒരു ഇതും കൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓട്ടോ ഡിസ്കവറി കൺട്രോളേഴ്സിന് ഓട്ടോ ഡിസ്കവറി ചെയ്യുന്നത് ലാറവൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനോട് പറഞ്ഞു കൊടുക്കണം, റൗട്ടറിനോട് പറഞ്ഞു കൊടുക്കണം, നീ പോയിട്ട് ഈ ഫോൾഡറിൽ പോയിട്ട് നോക്കണം എന്നുള്ളത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മെത്തേഡ്സ് ആണ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാനുള്ളത്. ആദ്യം വന്നു കഴിഞ്ഞാൽ പ്രൊവൈഡേഴ്സിൻ്റെ ഉള്ളിൽ പോവുക, റൗട്ട് സർവീസ് പ്രൊവൈഡർ കിടപ്പുണ്ടാവും. ഓക്കെ, ഈ റൗട്ട് സർവീസ് പ്രൊവൈഡറിൻ്റെ അകത്ത് വന്നിട്ട് ഇവിടെ നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത് ഇവിടെ ഇങ്ങനെ പ്രൊട്ടക്റ്റഡ് എന്താ നെയിം സ്പേസ് കൊണ്ട് കൊടുത്താൽ അത് വർക്ക് ആവും എന്നുള്ള ലെവലിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഇതിനകത്ത് അതില്ല. അപ്പോൾ ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ബൂട്ട് മെത്തേഡിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ബൂട്ട് ഫംഗ്ഷൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ വെബ് റൗട്ടിനെ കോൾ ചെയ്തിരിക്കുന്നത് ഇവിടെ കാണാം. കണ്ടില്ലേ, മിഡിൽ വെയർ എന്ന് പറയുന്ന വെബ് റൗട്ടിനെ ഇങ്ങോട്ടേക്ക് കോൾ ചെയ്തിരിക്കുന്നത് ഇവിടെ കാണിക്കും. ഓക്കെ, സോ ഇതിന് നമുക്ക് ഇതിന് എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്, മിഡിൽ വെയറിന് ഗ്രൂപ്പും മിഡിൽ വെയർ, അതായത് ഈ റൗട്ടിന് മിഡിൽ വെയർ ആയിട്ടൊരെണ്ണം കൊടുത്തിട്ടുണ്ട്, അതായത് ഒരു ഗ്രൂപ്പും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഗ്രൂപ്പ് മീൻസ് അതിൻ്റെ ബേസ് പാത്തും കൊടുത്തിട്ടുണ്ട്. സോ ഇതിനെ നമുക്ക് എന്താക്കാം, ഒരു നെയിം സ്പേസ് എഴുതി കൊടുക്കാം. നെയിം സ്പേസ് എവിടെയാണ്, ആപ്പിൻ്റെ ഉള്ളിൽ HTTPൻ്റെ ഉള്ളിൽ കൺട്രോളേഴ്സിൻ്റെ ഉള്ളിൽ പോയിട്ട് വേണം നീ പോയിട്ട് ഈ റൗട്ടിൽ എഴുതിയിരിക്കുന്ന കൺട്രോളേഴ്സിനെ ഫുള്ള് നോക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുക. സോ അത് പറഞ്ഞു കൊടുത്തതിന് ശേഷം റിഫ്രഷ് ചെയ്യുന്നു. റിഫ്രഷ് ചെയ്യുന്ന സമയത്തും എററാണല്ലോ, എന്തും അത് ആപ്പ് HTTP കൺട്രോളേഴ്സ് സ്ലാഷ് മാറിപ്പോയി. ഈവനല്ല, ഫ്രണ്ടല്ല, ബാക്ക് സ്ലാഷ് ആണ് ഇടേണ്ടത്. ഓക്കെ, സോ ഇതിങ്ങനെ വരുന്നു, ഇങ്ങനെ വന്ന് നേരെ നെയിം സ്പേസ് ഇട്ടു, ഗ്രൂപ്പും ചെയ്തു, നേരെ സേവ് ചെയ്യുന്നു, റീഫ്രഷ് ചെയ്യുന്നു. അയ്യ എന്താ രസം കാണാം, നോക്കാം കറക്റ്റായിട്ട് അത് ലോഡ് ചെയ്ത് വന്ന് ഒരു പ്രശ്നമില്ല. അപ്പോൾ നിങ്ങളുടെ ബേസ് ഈ റൗട്ടിൻ്റെ ഫയലിൽ കൊണ്ടുപോയിട്ട് ഈ നെയിം സ്പേസ് അങ്ങ് എഴുതി കൊടുത്താൽ അത് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി ഇത് ഒന്നാമത്തെ ഫിക്സ്. ഇതിന് പുറമെ ഇനി നിങ്ങൾക്ക് വേറൊരു സാധനം കൂടി ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ഇവിടുന്ന് ക്ലിയർ ചെയ്യുക. ഈ പ്രൊവൈഡറിൽ വന്ന് എഴുതാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വെബിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ റൗട്ടിന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കൊടുക്കുക. റൗട്ട് ഗ്രൂപ്പ് മറന്നുപോയല്ലോ, ഗ്രൂപ്പ് സ്ക്വയർ ബ്രാക്കറ്റ് നെയിം സ്പേസ് എന്താണ് ആപ്പ് HTTP കൺട്രോളേഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ദെൻ ഫങ്ഷൻ ഓഫ് ഗ്രൂപ്പിനെ ഓപ്പൺ ചെയ്യുക. ആ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഇവനെ കൊണ്ടിടുക, നമ്മൾ റൗട്ടിനെ കൊണ്ടിടുക. ഓക്കെ, സോ ഇപ്പോൾ എന്താ പറയുന്നത്, ഏത് റൗട്ട് എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ താഴത്തേക്ക് ഇങ്ങനെ ഇഷ്ടംപോലെ എഴുതിയെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ ഈ ഗ്രൂപ്പിൻ്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ ആ ഗ്രൂപ്പിൽ എന്താവും നെയിം സ്പേസ് പറഞ്ഞു കൊടുക്കുന്നത് കറക്റ്റായിട്ട് കൺട്രോളേഴ്സിൻ്റെ ഉള്ളിലാണെന്നുള്ളത് പറയും. സോ റിഫ്രഷ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഒരു പ്രശ്നമില്ലാണ്ട് കറക്റ്റായിട്ട് ഇത് വർക്ക് ചെയ്യും. സോ പുതിയതായിട്ട് നിങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ട്, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഞാൻ അന്ന് ചെയ്യേണ്ടതായിരുന്നു, ഇതിന് മുന്നേ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഞാൻ ആ കംപ്ലീറ്റ്ലി വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു മാസത്തെ ബ്രേക്കും വന്നല്ലോ, അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഇതൊന്ന് കറക്റ്റ് ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി പുതിയതായിട്ട് ലാറവൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഈ പ്രോബ്ലം കാണുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓടേണ്ടത് ഒന്നെങ്കിൽ പ്രൊവൈഡറിൽ പോയിട്ട് എന്താക്കുക, ഇവിടെ നെയിം സ്പേസ് ഗ്ലോബലി എഴുതി വെക്കുക. അല്ല എന്നുണ്ടെങ്കിൽ വെബിൻ്റെ റൂട്ട് ഫയലിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ശരി, എന്നാൽ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ശരി.